ഭാരതസഭയുടെ അൽഫോൻസ അഗ്നിയിലൂടെ നടന്നുയർന്നു, അവശതയേറെ അനുഭവിച്ചു, അനുഗ്രഹപ്പൂമഴ പെയ്തിറക്കി. പ്രിയമുള്ളവരെ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി ഗാന്ധിജിയെ പോലെയുള്ള മഹാരഥന്മാർ തങ്ങളുടെ ജീവിതത്തിൽ എടുത്ത സഹനം വളരെ വലുതാണ്. അവർ ഈ സഹനമെടുത്തത് ഈ ലോക ജീവിതത്തിൽ, അതായത് കേവലം 50-100 വർഷം മനുഷ്യൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവന് സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ട അവകാശം നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളുടെ നിത്യമായ ജീവന് വേണ്ടിയും നിത്യമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും നമ്മുടെ രക്ഷകൻ, നമ്മുടെ ദൈവം ഈ ഭൂമിയിലേക്ക് സ്വയം ശൂന്യനായി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ തൻ്റെ ജീവിതത്തിലെടുത്ത സഹനമെന്ന് പറയുന്നത് അത് നിർവചിക്കാനോ വർണ്ണിക്കാനോ പറ്റുന്നതിനപ്പുറത്തേക്കാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത്രയേറെ സഹനമെടുത്ത നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക്, ആ കുരിശിൽ കിടക്കുന്നവൻ്റെ അവിടെ നിന്നും കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിലേക്ക് നമ്മുടെ ചെവി ചേർത്തു വച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റും അവിടെ നിന്നും നമുക്ക് വേണ്ടി ഉയരുന്ന നിലവിളി. ആ നിലവിളി ഹൃദയത്തിൽ ഏൽക്കുന്നവന് പിന്നീട് വെറുതെ ഇരിക്കാനായി സാധിക്കത്തില്ല. അവൻ പിന്നെ ക്രിസ്തുവിന് വേണ്ടി മരിക്കാനായി ചാടി ഇറങ്ങും. അതാണ് നമ്മൾ ഓരോ വിശുദ്ധരും നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ചെറുപ്പം മുതൽ 3-ാം വയസ്സ് മുതൽ ദേവാലയത്തിൽ ആയിരുന്ന പരിശുദ്ധ അമ്മ വചനങ്ങൾ ധ്യാനിച്ചപ്പോൾ പ്രവാചകന്മാരും പൂർവ്വപിതാക്കന്മാരുടെയും ജീവിതത്തിലൂടെ അവൾ കടന്നു പോയപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നു, ഓരോ ദൈവിക പദ്ധതിയും പൂർത്തിയാക്കപ്പെടുമ്പോൾ അതിന് പിന്നിൽ എരിഞ്ഞു തീരുന്ന ഒരു ജീവിതം ഉണ്ട് എന്ന്. പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കിയ ആ അമ്മ തൻ്റെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ മരണത്തിൻ്റെ വിനാഴിക വരെയും ജീവിതത്തിൽ ഏറെ സഹനങ്ങൾ ഏറ്റെടുത്തിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ സഹനത്തിന് അവൾക്ക് കിട്ടിയ പ്രതിഫലം എന്ന് പറയുന്നത് ആത്മശരീരങ്ങളോടെ സ്വർഗപിതാവിൻ്റെ അടുത്തേക്ക് യാത്രയാകാനും അവിടെ ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധിയിൽ വലിയ കിരീടം നേടാനും സാധിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ അൽഫോൻസാമയുടെ ജനന തിരുനാളിനൊരുക്കമായി പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഈ 2 സംഭവങ്ങളും നമുക്ക് നൽകുന്ന വലിയ സന്ദേശവും മറ്റൊന്നല്ല. വിശുദ്ധ അൽഫോൻസാമ ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന അമ്മ തൻ്റെ ജീവിതത്തിൽ കുരിശിൽ കിടന്നവൻ്റെ വേദന ജീവിതത്തിൽ ഏറ്റെടുത്തിട്ട് മക്കളായ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം രക്തക്കണ്ണുനീരൊഴുക്കി തൻ്റെ സഹനത്തിൻ്റെ തുടർക്കഥ ഇപ്പോഴും തുടരുമ്പോൾ നമ്മളും ആ സഹനത്തിൽ പങ്കുചേരണമെന്ന് തന്നെയാണ് അമ്മ മാതാവും ആഗ്രഹിക്കുന്നത്. ആ അമ്മ മാതാവിൻ്റെയും ഈശോ മിശിഹായുടെയും സഹനത്തിലേക്ക് തൻ്റെ ജീവിതത്തെയും ചേർത്തു വച്ച ഈ പറയുന്ന അൽഫോൻസാമ തൻ്റെ ജീവിതത്തിലെ എന്ത് സഹനവും ക്രിസ്തുവിനെ പ്രതി ഏറ്റെടുക്കുവാൻ ശക്തിയുള്ളവളായി തീർന്നു. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, എനിക്ക് അല്പം കൂടി സഹനം തരിക, ഞാൻ അത് സഹിച്ചു കൊള്ളാം കർത്താവേ എന്ന്. എന്നിട്ട് അവൾ അതെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് സമർപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെയും ഉത്തരവാദിത്തം ഇത് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ കുരിശോട് നമ്മുടെ നെഞ്ചിനെ ചേർത്തു വയ്ക്കുക. അവിടെ നിന്നും ഒഴുകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നിലവിളി നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ ഹൃദയത്തിൻ്റെയും നിലവിളിയാക്കി മാറ്റുക. ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ മനോഭാവമാക്കുക. വചനം പറഞ്ഞതുപോലെ ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമീൻ.